പേര് മേരി കുര്യൻ മാത്യൂസ്. പിന്നെ ഞാൻ ജനിച്ചത് കോട്ടയത്തെന്ന് പറഞ്ഞാൽ കോട്ടയത്താണ് എൻ്റെ വീട്. പക്ഷേ ജനിച്ചത് മദറിൻ്റെ വീട് തിരുവല്ലയിൽ വേപ്രായിലാണ്. അത് കഴിഞ്ഞ് ഇവിടെ വന്നു. അത് പിന്നെ ചോദിച്ച സ്ഥിതിക്ക് ഞാനൊരു കാര്യവും കൂടെ പറയാം. ഞാൻ 2 വയസ്സുള്ളപ്പം അവിടെ വേപ്രായിൽ ആറ്റിൽ വീണ് എന്നെ ആരാണ്ട് വന്ന് എന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. ദാറ്റ് വാസ് എ വെരി ഭയങ്കര ഇൻസിഡൻ്റ് ആയിരുന്നത്. ജസ്റ്റ് 2 days ബിഫോർ മൈ സിസ്റ്റർ വാസ് ബോൺ. അതുകൊണ്ട് അതൊരു ഗോഡ് ലുക്ക് ആഫ്റ്റർ മീ. പിന്നെ ഞാൻ കോട്ടയത്ത് തന്നെ പഠിച്ചു. കോട്ടയത്ത് ബേക്കറിൽ പഠിച്ചു. അല്ല, കോട്ടയത്ത് അയ്മനത്ത് പ്രൈമറി സ്കൂളിലും പിന്നെ ബേക്കറിൽ ജൂനിയർ ഹൈസ്കൂൾ ചെയ്തു. അത് കഴിഞ്ഞ് CMS കോളേജിൽ പ്രീ ഡിഗ്രി ചെയ്തു. അത് കഴിഞ്ഞിട്ട് ISIയുടെ ഒരു ടെസ്റ്റ് എഴുതി അവിടെ കിട്ടി. അവിടെ ISIയിൽ അഡ്മിഷൻ കിട്ടി. ഞാൻ കൽക്കട്ടയിൽ പോയി. അവിടെ BStat and MStat ചെയ്തു. അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്തൊരു ജോലി കിട്ടി, ടീച്ചിങ് statistics for 1 year, and then I got married. Then my husband was also coming to USA, so I also came to USA in 1967. 67 we got married, maybe 68 January ആയിരിക്കും ഞങ്ങൾ ഇവിടെ വന്നത്. ഇവിടെ വന്ന് ഞങ്ങൾ സെറ്റിൽഡ് ഡൗൺ. We were students in Rhode Island. Then we got jobs. I got a job with fire insurance company, factory mutual. So അവർ ഫയർ മോഡലിംഗ് ആയിരുന്നു, അവിടെ ചെയ്തു. അത് കഴിഞ്ഞ് അമ്മാമ്മ ഈ അമേരിക്കയ്ക്ക് വരുന്നതിന് മുമ്പേ അമ്മാമ്മ പ്രീ ഡിഗ്രിക്ക് CMSലായിരുന്നു പഠിച്ചത്. അത് അന്ന് ഏത് ഗ്രൂപ്പ് എടുത്താ പഠിച്ചത്? അന്ന് ഗ്രൂപ്പൊന്നും ഇല്ലായിരുന്നു. ഗ്രൂപ്പില്ല, സയൻസ് ഗ്രൂപ്പ് ആയിരുന്നു. എല്ലാ സബ്ജക്റ്റും പഠിക്കും, കൊമേഴ്സ് എല്ലാം പഠിക്കും. ശരി. ഓ, അത് ശരി. അന്ന് പഠിപ്പിച്ച പ്രൊഫസർമാരോ പ്രിൻസിപ്പലിന്റെ പേര് വല്ല ഓർക്കുന്നുണ്ടോ? പെട്ടെന്ന് ഓർമ്മയില്ല. അന്ന് എങ്ങനെയാ CMS കോളേജ് വരെ പോയിരുന്ന വീട്ടിൽ നിന്ന്? ബസ്സിൽ. ഞങ്ങൾ ബേക്കറി പഠിക്കുന്ന ബേക്കറിനും CMS കോളേജും എല്ലാം അടുത്തടുത്താണ്. ബേക്കറിലും ബസ്സിൽ പോയി. അയ്മനത്തുനിന്ന് ബസ്സുണ്ട്, 3 മൈലെങ്ങാണ്ടേ ഉള്ളൂ. അന്ന് SLC പാസ്സായത് അപ്പോൾ 62-ലായിരിക്കും. 62-ലായിരിക്കും അല്ലേ? ഓക്കെ. അമ്മാമ്മ അന്നത്തെ പഠിത്തം 10ാം ക്ലാസ് ഒക്കെ എങ്ങനെയായിരുന്നു? അന്ന് എല്ലാവരും 210 കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ? ഇപ്പൊ എല്ലാവരും ജയിക്കുകയല്ലോ. ഒരു സ്കൂളിൽ 4-5 പേരൊക്കെ അല്ലേ ജയിക്കത്തുള്ളൂ? അയ്യോ, അല്ല, ഫസ്റ്റ് ക്ലാസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ക്ലാസ് ഓർക്കുന്നില്ല, പക്ഷെ എല്ലാരും തന്നെ ജയിക്കുന്നുണ്ട്. കോട്ടയത്ത് എല്ലാവരും ജയിക്കും. ശരി. ഞങ്ങളുടെ ഗ്രാമത്തിലൊക്കെ സ്കൂളിൽ 4-5 പേരൊക്കെ ജയിക്കത്തുള്ളൂ. 210 കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുള്ള സമയമാണ്. അന്നത്തെ മാർക്കൊന്നും ഞാൻ ഓർക്കുന്നില്ല. കോട്ടയത്ത് എല്ലാരും ബേക്കറിലെ എല്ലാരും തന്നെ ജയിച്ച് CMS വന്നു. CMS ഞങ്ങൾ കുറച്ചുപേര് CMS വന്നു. വേറെ കുറച്ചുപേരൊക്കെ വേറെ വല്ല കോളേജിലൊക്കെ പോയി കാണും. WCC പോയവര് കാണും. അതെന്താ WCC എന്ന് പറയുന്നത്? മദ്രാസിലെ വിമൻസ് ക്രിസ്ത്യൻ കോളേജ്. അവർ പോയത് കാണും. പക്ഷെ ഞാൻ CMSലെ പ്രീ യൂണിവേഴ്സിറ്റി. ഈ 10 പഠിച്ചതെന്ന് പറഞ്ഞാൽ അയ്മന ഹൈസ്കൂളിലെ അന്ന് ബോയ്സും ഗേൾസും മിക്സഡ് ക്ലാസ് ആയിരുന്നു, അതോ സെപ്പറേറ്റ് ആയിരുന്നു? അയ്മനത്ത് ഞാൻ പ്രൈമറി സ്കൂളിലേ ചെയ്തുള്ളൂ. ബേക്കറി ഗേൾസ് മാത്രമേ ഉള്ളൂ. ഓ, അത് ശരി. അത് കഴിഞ്ഞ് CMS വന്നപ്പോൾ മിക്സഡ് ആയിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് പ്രീ യൂണിവേഴ്സിറ്റി മാത്രം പെണ്ണുങ്ങൾക്ക് ഒരു സെക്ഷൻ വേറെ ഉണ്ടായിരുന്നു. ഇവിടെ ഹോസ്റ്റലിനടുത്ത് അവിടെ ആയിരുന്നു പ്രീ യൂണിവേഴ്സിറ്റി. അത് കഴിഞ്ഞിട്ട് മറ്റേ ഞാൻ BSc ഒരു മാസം 2 മാസം കൂടെ അവിടെ ചെയ്തു. അന്നേരം മറ്റടുത്ത് അഡ്മിഷൻ കിട്ടി. അന്നേരം എല്ലാവരും കൂടെ ഒന്നിച്ചായിരുന്നു. അന്നത്തെ കാലത്തൊക്കെ അമ്മാമ്മ ഈ ശരിക്കും പറഞ്ഞാൽ ഈ മിക്സഡ് ക്ലാസ്സിലൊക്കെ പഠനമൊക്കെ അന്ന് ഒരു ഇഷ്യൂ അല്ലല്ലോ. ഒന്ന് എല്ലാവരും ഒരേ രീതിയിലൊക്കെയുള്ള ക്ലാസ്. ബോയ്സുമായിട്ടൊക്കെ സംസാരിക്കുന്നതിനൊന്നും ഒരു പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെയുള്ള കൾച്ചറൽ ഡിഫിക്കൽറ്റി അന്നും ഉണ്ടായിരുന്നായിരിക്കും. പക്ഷെ ഞങ്ങള് അങ്ങനെ അമ്മാമ്മ അതിനും വേണ്ട അത്ര നാളൊന്നും ഇല്ലായിരുന്നു. എല്ലാ നാട്ടുകാരും അല്ലേ? അന്നത്തെ കോട്ടയം ടൗണിലെ അമ്മാമ്മയൊക്കെ നമ്മളെ ഒരു ലെഷർ ടൈമിനൊക്കെ പോകുന്നത് കോട്ടയം സിറ്റിയിൽ എന്തോ ആയിരുന്നു? അമ്മാമ്മയൊക്കെ കോളേജിലൊക്കെ പോകുന്നു, ബേക്കറി പോകുന്നു,
കോഫി ഹൗസിൽ പോവുക വല്ലതും ഉണ്ടോ? അങ്ങനെ വല്ലതും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ബസ്സിൽ പോകുന്നത് ഒരു ട്രിപ്പായിരുന്നു. ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം കൂടെ ബസ്സിലാണ് എല്ലാം അടുക്കി പെറുക്കി നല്ലൊരു ബസ്സിൽ പോകുന്ന ഒരു ട്രിപ്പായിരുന്നു. കൺസെഷൻ ഈ 10 പൈസയൊക്കെ 15 പൈസയൊക്കെ ഉള്ളൂ. അത് ഞാൻ ഓർക്കുന്നില്ല. അന്നത്തെ ഹോൾ ടിക്കറ്റ് മസ്റ്റ് ഹാവ് ബീൻ 10 പൈസ. അത്രേ ഉള്ളൂ. അപ്പൊ അമ്മമ്മ ആ സ്കൂളിലെ ടീച്ചർ, ബേക്കറി സ്കൂളിലെ ടീച്ചേഴ്സിനെ കൂടെ പഠിച്ച ആരെങ്കിലും ഓർമ്മയുണ്ടോ? പേര് പറയാനേ ഓർമ്മയുണ്ട്. കൂട്ടുകാരെങ്കിലും ഉണ്ടോ? ഇപ്പോഴും സംസാരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ ഈയിടെ ഞാൻ ഒരാളോട് സംസാരിച്ചായിരുന്നു. പലരോടും എനിക്കറിയാം, പക്ഷെ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. പെട്ടെന്ന് ഹെലനെ ഞാൻ ബേക്കറിൽ ഫസ്റ്റ് ഫോമിൽ ആയിരുന്നു അന്ന് പറഞ്ഞു. ഫസ്റ്റ് ഫോമിൽ മാത്രം ഉണ്ടായിരുന്നു. ഹെലനെ ഈയിടെ ഞാൻ കണ്ടായിരുന്നു. ശരി. അവര് അമേരിക്കയിലുണ്ടോ? ശരി. കൂടെ പഠിച്ചവരൊക്കെ ഏത് ലെവലിൽ എത്തിയിട്ടുണ്ടാവുമായിരിക്കും? അമ്മാമ്മയുടെ കൂടെ പഠിച്ചവരെല്ലാരും തന്നെ നല്ലോണമൊക്കെ തിരുവനന്തപുരത്ത് ഞങ്ങള് ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. അല്ല, എന്തോ വേറെ മേ ബി മൈ ഹസ്ബൻഡ്സ് classmates were joining, പക്ഷെ many of his classmates had married my classmates also. So it was a reunion of both classes. Yes, അങ്ങനെ കുറെ പേരെ ഞാൻ കണ്ടായിരുന്നു അവിടെ വെച്ച്. തിരുവനന്തപുരത്ത് കുറെ പേരുണ്ടായിരുന്നു. അന്നത്തെ എല്ലാവരും ഒക്കെ ഒരു നല്ല ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാവരും നല്ലത് എഡ്യൂക്കേഷൻ കൊണ്ട് തന്നെ അവരൊക്കെ തിരുവനന്തപുരത്ത് കുറച്ച് പേരുണ്ടായിരുന്നു. ശരി. അമ്മാമ്മ പിന്നെ ഈ കൽക്കട്ടയിൽ പോയപ്പോൾ ലൈഫ് ഒരു ഡിഫിക്കൽട്ട് അല്ലായിരുന്നു? It was a very different. I won't call it difficult, but it was a different and exposure. Exactly. So you enjoyed it basically. You grown up in I learned a lot of different things. Yes. Okay. So അന്നൊക്കെ കൽക്കട്ടയ്ക്ക് പോകാന്ന് പറഞ്ഞാൽ 2-3 ട്രെയിൻ പിടിച്ചല്ലേ? പിന്നെ എന്റെ ഒരു ഫ്രണ്ട് അയ്മനത്തല്ല, ചുങ്കത്തിലുള്ള ഒരു ഫ്രണ്ട് അവിടെ കൽക്കട്ടയിൽ ഉണ്ടായിരുന്നു. ഷീ എൻകറേജ്ഡ് മീ ടു ഗോ. ഐ ഗെറ്റ് അഡ്മിഷൻ ഓൾസോ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചായിരുന്നു പോകുന്നത്. ഞങ്ങൾ ആ കൂടെ പെണ്ണുങ്ങളധികം ഇല്ല. ഓരോ ക്ലാസ്സിലും 4-5 പിള്ളേർ, 30 പിള്ളേരുള്ളതിൽ 4 പിള്ളേർ പെണ്ണുങ്ങളും ബാക്കി എല്ലാവരും ആണുങ്ങളൊക്കെ. പക്ഷെ ഷീ വാസ് എ 1 year senior to me. She and I traveled together in train മദ്രാസ് കോട്ടയത്തു നിന്ന് എറണാകുളത്ത് വരും. എറണാകുളത്ത് ഒന്ന് ചേഞ്ച് ചെയ്യണം. മീറ്റർ ഗേജ് ആയിരുന്നു കോട്ടയത്ത്. പക്ഷെ ഫ്രം എറണാകുളം ബ്രോഡ് ഗേജ് അവിടുന്ന്. അപ്പം അവിടുന്ന് ഞങ്ങൾ ട്രെയിനിന് അങ്ങോട്ട് മാറും. എറണാകുളം ചെന്നൈ സെൻട്രൽ പോരും. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് കൽക്കട്ടയ്ക്കുള്ള ഒരു വേറെ ട്രെയിനെ കയറണം. പക്ഷെ സാധാരണ ചെന്നൈയിൽ ഞങ്ങൾ കാലത്തെ ചെല്ലും. മദ്രാസിലോട്ടുള്ള ട്രെയിന് മദ്രാസിൽ നിന്ന് കൽക്കട്ടയ്ക്കുള്ള ട്രെയിൻ ഇന്ന് ഈവനിങ് ആയിരിക്കും. അപ്പോൾ ഒരു പകൽ മുകളിലുണ്ട്. പകൽ മദ്രാസ് സിറ്റിയിലൊക്കെ കറങ്ങും. പക്ഷെ ഞങ്ങളുടെ ആൺസ് ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ വീട്ടിൽ പോയി ഒന്ന് കുളിച്ച് ഫ്രഷായി എല്ലാം ചെന്നാലും ഹെൽപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഒരു ദിവസം പകലൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ കൽക്കട്ടയ്ക്ക് പോകുന്നു. അതും ഒരു ട്രിപ്പായിരുന്നു. 2 days. മറ്റേത് ഒരു 1 night ഉണ്ടായിരുന്നുള്ളൂ. 1 whole day and 2 nights. സ്ലീപ്പർ ക്ലാസ് ഒന്നും ഇല്ലല്ലോ? സ്ലീപ്പറിലായിരുന്നു ഞങ്ങൾ. സ്ലീപ്പറിലായിരുന്നു. തടി സ്ലീപ്പറായിരുന്നു. സ്ലീപ്പറിൽ ഞങ്ങള് കുഷനൊന്നും അല്ല. കുഷനൊന്നും വേണ്ടായിരുന്നു. ഞങ്ങൾ അതുകൊണ്ട് വലിയ ഡിഫിക്കൽറ്റി ഒന്നും തോന്നിയിരുന്നില്ല. ചൂടുള്ള ആന്ധ്രയിൽ കൂടെ ഒക്കെ പാസ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഹോൾ സ്പെൻഡ് ടൈം എൻജോയ്. 2 രാത്രിയും ഒരു പകൽ. എന്തെങ്കിലും ഇൻസിഡന്റ് അമ്മാമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? എന്തെങ്കിലും ട്രെയിനിനകത്തോ അല്ലെ റോഡ് ട്രിപ്പിലോ ബീഹാറിൽ കൂടെ ഉള്ള യാത്രകളൊക്കെ? It was good trip. That's all I can remember. Yeah. So കൽക്കട്ടയിലെ ലൈഫ് റൊട്ടീൻ ഇതൊക്കെ അമ്മാമ്മയ്ക്ക് ഫുഡിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡിഫിക്കൽറ്റി ഒന്നുമില്ലായിരുന്നു. ഇവിടെ സ്ലൈറ്റ്ലി ഡിഫറെന്റ് ഫുഡ് ഉള്ളൂ. സ്ലൈറ്റ്ലി ഡിഫറെന്റ്. പക്ഷേ നിങ്ങൾ കുക്ക് ചെയ്യുമായിരുന്നു ഓർമ്മയുണ്ടോ? റൂമിൽ എന്തെങ്കിലും ഫിഷോ മട്ടണോ? അങ്ങനെ ഞങ്ങൾ കുക്ക് ചെയ്തില്ല. സാധാരണ എല്ലാം വെജിറ്റേറിയൻ ഫുഡായിരുന്നു ഞങ്ങൾക്ക് ജനറലായിട്ട് കിട്ടിയത്. പിന്നെ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ വേണമെങ്കിൽ ഞങ്ങൾക്ക് കിട്ടാം. അത് കഴിഞ്ഞ് അമ്മാമ്മയൊക്കെ പിന്നെ 1 വർഷം 3 വർഷം അവിടെ പഠിച്ചു? 4 വർഷം? 5 വർഷം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. 4 വർഷത്തെ ബി സ്റ്റാറ്റ് എന്ന് പറഞ്ഞു, ബാച്ചിലർ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് 2 years in മാസ്റ്റേഴ്സ്. അപ്പൊ അമ്മമ്മ രണ്ടും ചെയ്തു? ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും ഒരേ കോളേജിൽ തന്നെ ചെയ്തു?
അതിനൊക്കെ അഡ്മിഷൻ എന്തെങ്കിലും ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നു? അതാ ഡിഫിക്കൽറ്റി. ആദ്യമേ അഡ്മിഷൻ ബേസ്ഡ് ഫസ്റ്റ് batch കിട്ടുന്ന admission was difficult, but because we are in the very early, we are the second batch. So they need that was not a very big problem. Later on it was a difficult course. Oh yeah, but then it became more and more difficult. So adu കഴിഞ്ഞു പിന്നെ അത് തന്നെ same mastersനും അതേ same portfolio ആയിരുന്നു? More masters I think we got continuously reading. There was yeah. So 5 വർഷം ബംഗാളിൽ ഉണ്ടായിരുന്നു. ബംഗാളി അറിയാമോ? ബംഗാളി പഠിച്ചു. മനസ്സിലാക്കാൻ കുറച്ച് വർത്താനം പറയാം. അവിടെ കൽക്കട്ടയെ സംബന്ധിച്ചുള്ള അന്ന് കേരളവും കൽക്കട്ടയും എന്താ ഒരു ഡിഫറൻസ്? വാസ് ഇറ്റ് എ ബിഗ് സിറ്റി ഓർ? കൽക്കട്ട വാസ് എ വെരി ബിഗ് സിറ്റി, പോപ്പുലേറ്റഡ്. പക്ഷെ ഞങ്ങൾ സിറ്റിക്ക് വെളിയിലായിരുന്നു. സിറ്റിക്ക് ഞങ്ങളുടെ ക്യാമ്പസ് വാസ് നോർത്ത് ഓഫ് ദ സിറ്റി. So it was not too bad. അന്ന് ഈ ജസ്റ്റ് ഇന്ത്യ പാകിസ്ഥാൻ ഒക്കെ ഡിവൈഡ് ചെയ്ത് ബംഗ്ലാദേശ് ഒക്കെ ഉണ്ടായ സമയത്ത് എന്തെങ്കിലും ബോർഡർ ഇഷ്യൂസ് ഒക്കെ നിങ്ങൾക്ക് ട്രബിൾ ആയിട്ട് വന്നു എന്തെങ്കിലും? അങ്ങനെ അതങ്ങനെ ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ റൈറ്റ്സിനെ പറ്റി അങ്ങനൊന്നും പ്രത്യേകമായിട്ടോ? അങ്ങനെ പ്രത്യേകമൊന്നും ഇല്ല, ഓർക്കുന്നില്ല. ഇപ്പൊ ഓർമ്മ വരുന്നില്ല. ഈ 5 വർഷം അമ്മമ്മ വീട്ടിലോട്ടൊക്കെ കത്തുകൾ അയക്കുമായിരുന്നല്ലോ. വീട്ടിൽ നിന്നും കത്തുകൾ വരും. എല്ലാവരും അങ്ങനെ കമ്മ്യൂണിക്കേഷൻ കുഴപ്പമില്ല. നാട്ടിൽ നിന്ന് എന്തെങ്കിലും ടെലിഗ്രാം ഒക്കെ വരാറുണ്ടായിരുന്നു? ഇല്ല, സാധാരണ എഴുത്തിലായിരുന്നു. ശരി. അത് കഴിഞ്ഞ് അമ്മമ്മ പിന്നെ തിരിച്ച് മാസ്റ്റേഴ്സ് കഴിഞ്ഞ് തിരിച്ച് കോട്ടയത്ത് തന്നെ? മാസ്റ്റേഴ്സ് ഡിഗ്രി കഴിഞ്ഞപ്പം they were hiring in ട്രിവാൻഡ്രം. അവിടെ ലെക്ചേഴ്സിനെ ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ ഇന്റർവ്യൂവിന് പോയി. Interview somehow I was lucky to get the job there. One post and one lady. അമ്മമ്മ ഒരു പോസ്റ്റേ ഉള്ളായിരുന്നു, അപ്പാവ് കിട്ടിയത്. അല്ലാതെ മൾട്ടിപ്പിൾ ഉണ്ടായിരുന്നു? അത് എനിക്ക് ഓർക്കുന്നില്ല. എനിക്ക് വിചാരിച്ച ഒരു പോസ്റ്റ് ആയിരുന്നു. But you did well and you got it. Okay. Yeah. അത് കഴിഞ്ഞ് അമ്മമ്മ ഒരു വർഷം അവിടെ പഠിപ്പിച്ചു. ഒരു വർഷം അവിടെ പഠിപ്പിച്ചു. അതേത് സബ്ജക്റ്റ് ആയിരുന്നു? ഏത് ബാച്ച് ആയിരുന്നു? എന്തായിരുന്നു? പ്രീ ഡിഗ്രിക്കാരെയാണ് പഠിപ്പിച്ചത്? അല്ല, പ്രീ ഡിഗ്രിക്കാരല്ല, എല്ലാം തന്നെ ഡിഗ്രിക്കാരെ. ഡിഗ്രിക്കാരായിരുന്നു എൻ്റെ ഓർമ്മയ്ക്ക്. എൻ്റെ അത് കഴിഞ്ഞിട്ട് ഉടനെ അമ്മമ്മ അലയൻസിന്റെ ഇതൊക്കെ വരുന്നു? അല്ല, അന്ന് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴ് എൻ്റെ കല്യാണം നടന്നു. ഇങ്ങനെ മൈ ഹസ്ബൻഡ്, ഐ ഡിഡ്ന്റ് നോ ഹിം. We had an interview. He was going here and he wanted to get married. He came. I think my parents were arranging, so I myself had 1 or 2 interviews before him, but not a major one. This one we had an interview. He came to our house. I went to him. So അമ്മമ്മ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ഔട്ട്സൈഡിലോട്ട്, ഇന്ത്യക്ക് പുറത്ത് പോകാനും. That was a good chance. So അമ്മമ്മ വീട്ടിലെ സിബ്ലിങ്സ് ഏറ്റവും മൂത്തതാണോ? അല്ല, ഞാൻ മൂന്നാമത്തെയാണ്. എന്റെ മൂത്ത 2 ബ്രദേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞുള്ള ആദ്യത്തെ കേൾ അമ്മമ്മ. പക്ഷെ അമ്മമ്മ വീട്ടിൽ നയിക്കുന്നതിനൊന്നും അവർക്കൊന്നും ട്രബിൾ ഒന്നും ഇല്ലായിരുന്നു? അങ്ങനെ ഹെഡേക്ക് ആയിട്ട് തോന്നിയില്ല? അങ്ങനെ തോന്നിയില്ല. എന്റെ ഫാദർ സ്റ്റഡീഡ് ഇൻ ഇംഗ്ലണ്ട്. So what was he like? He was a professor in chemistry. അന്നത്തെ കാലത്ത് പ്രൊഫസർ ഇൻ കെമിസ്ട്രി പഠിപ്പിക്കുന്നു? He was teaching in Koilon. കൊല്ലത്ത് ഫാത്തിമ കോളേജിലെ? ഫാത്തിമ കോളേജ്, മറ്റേ ശ്രീനാരായണ കോളേജ്. വർക്കല. സോറി, അറിയാം. ശ്രീനാരായണ കോളേജിലെ പ്രൊഫസർ. SN കോളേജ്. അവിടെ കെമിസ്ട്രിയിലായിരുന്നു. കെമിസ്ട്രി. ശരി. ഒരു ശ്രീനാരായണ കോളേജിലെ ഒരു ക്രിസ്ത്യൻ പ്രൊഫസർ ഉണ്ടായിരുന്നു. അത് ശരി. അല്ലേ? പേരെങ്ങനെയായിരുന്നു? KI കുര്യൻ. അവിടെ തന്നെ റിട്ടയർ ചെയ്തത്? അവിടെ അന്നേരം ഒന്നും ഈ ക്രിസ്ത്യാനിയും എല്ലാരും കുറച്ചുപേര് ഹിന്ദുസ് ആയിരിക്കും. ഞങ്ങളുടെ ക്ലാസ്സിലാണേലും സ്കൂളില് ബേക്കറിലെ സ്കൂളില് ഞങ്ങൾക്ക് എല്ലാരും ഉണ്ടായിരുന്നു. ഹിന്ദുസും ഹിന്ദുസും സുഹറായും 2-3 സുഹറായും ഒക്കെ ഉണ്ടായിരുന്നു. ആ ലേഡി ഉണ്ടല്ലോ, ആ ലേഡി പറഞ്ഞ് കോട്ടയത്ത് ആലപ്പുഴയിലൊക്കെ അവർ പഠിച്ച കാര്യമൊക്കെ പറഞ്ഞു. സെയിം പ്രൈമറി സ്കൂളിൽ സുഹറാമാർക്ക് വലിയ നല്ല തമാശ ഉള്ള 2 സുഹറാമാരുണ്ട്. ഓരോ സുഹറ നല്ല തമാശ. അത് ശരി. അപ്പം കല്യാണമൊക്കെ അങ്ങനെ പ്രൊപ്പോസൽ വന്നു, അത് ഉറപ്പിച്ചു. വിജയലക്ഷ്മി ഇതെല്ലാം ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന.
അങ്കിളിന്റെ പേരെങ്ങനെയായിരുന്നു? സാമുവൽ മാത്യൂസ്. അവരെവിടുത്തെ ഏത് സ്വദേശം? അവര് മാരാമണ്ണ സ്വദേശം. പക്ഷെ ഹി ഗ്രൂ അപ്പ് ഇൻ ചെന്നൈ. ബിക്കോസ് ഹിസ് ഫാദർ വാസ് വർക്കിംഗ് ഇൻ മദ്രാസ്. അമ്മ നല്ലൊരു അരിസ്റ്റോക്രാറ്റിക് ഫാമിലിക്കാരാണ് എല്ലാരും ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ. അന്നേ എല്ലാ എഡ്യൂക്കേറ്റഡ് പ്രൊഫസേഴ്സും ലെക്ചേഴ്സ് ഒക്കെ ഉള്ള വീടുകളാണ്. ഹിസ് ബ്രദർ വാസ് ഇൻ ടീച്ചിങ്. സോ അങ്ങനെ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് അമേരിക്കയ്ക്ക് ട്രാവൽ ചെയ്യുന്നു? അല്ല, we got married and then right after marriage he went to state. I continued working for 3 or 4 months more. And then I got my visa and everything and admission in here in Rhode Island. Rhode Island ഒരു സ്റ്റേറ്റ് അല്ലേ? University of Rhode Island. അവിടെ എനിക്ക് അഡ്മിഷൻ കിട്ടി. He also got admission there. അന്നേ ഫോറിൻ സ്റ്റുഡൻസിനെ എടുക്കുന്നു പരിപാടി ഉണ്ട്. അവർക്ക് ഏതാണ്ട് ടെസ്റ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ, വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു. തുടക്കത്തിലുള്ള എഡ്യൂക്കേഷൻ പാറ്റേണിൽ ഇന്ത്യ പഠിച്ചതും പഠിപ്പിച്ചതും ഇവിടെ വന്നുള്ള പെട്ടെന്ന് എന്തെങ്കിലും വ്യത്യാസം തോന്നിയോ? Was it easy or was it tougher? No, it was easy because ഇന്ത്യയിൽ ഞങ്ങൾ ചെയ്ത്, ഇപ്പം ഞാൻ പറഞ്ഞ ഞങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ഇന്ത്യയിൽ ചെയ്തതാണ്. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ തുടങ്ങുന്നതേ ഉള്ളൂ. പക്ഷെ ഇവരുടെ റോക്കറ്റ് ഒക്കെ ഓൾറെഡി പോയിട്ടുണ്ട്. പക്ഷെ ഇവിടെ യൂണിവേഴ്സിറ്റി ഓഫ് റോഡ് ഐലൻഡ് ഇസ് ഡിഫറെന്റ് ഫ്രം അതർ യൂണിവേഴ്സിറ്റീസ്. Other universities must have had their computer science and all those things earlier. But they were just starting. So നിങ്ങൾ അതിലെ first batch of students. So first batch in India and first batch here. സോ അവർ കൊണ്ടുവന്ന സിലബസ് ഒക്കെ പെട്ടെന്ന് ഒരു ടഫായിട്ടോ അല്ലെങ്കിൽ അത് കണ്ടിന്യൂറ്റി ആയിട്ട് തോന്നി? വളരെ ഈസി. I won't say വളരെ ഈസി. It was okay. So how long was the study? How many semesters? Or do you remember 2 years, 1 year program? Is it a master's program or? Master's program ആയിരുന്നു. Master's program, 2 year master's program. അന്ന് ഈ ഗ്രാജുവേഷൻ സെറമണി ഒക്കെ ഉണ്ടായിരുന്നോ? ഓർമ്മയുണ്ടോ? ഉണ്ടായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞ് ഈ കോളേജിലെ പഠിത്തം തീരുമ്പോൾ തന്നെ അമ്മമ്മക്ക് ജോലി ചെയ്യാനുള്ള സ്റ്റാറ്റസ് ഒക്കെ ആയിരുന്നു? അന്നേരം he already got job and I started teaching in Rhode Island. അവിടെ തന്നെ കമ്മ്യൂണിറ്റി കോളേജാണോ? അല്ല, കമ്മ്യൂണിറ്റി കോളേജ് പഠിപ്പിച്ചോന്ന് എനിക്ക് ഓർക്കുന്നില്ല. ഹൈസ്കൂൾ വല്ലായിരുന്നോ അതോ? അല്ല, കോളേജ് ലെവലിൽ തന്നെ ഞാൻ പഠിപ്പിച്ചു ഒരു വർഷം. ഒരു വർഷം തിരുവനന്തപുരത്ത്. അവിടെ ഗ്രാജുവേറ്റ് ചെയ്തു. തിരുവനന്തപുരത്ത്, അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് തിരിച്ചു വന്നു. തിരുവനന്തപുരത്ത് ജോലി കിട്ടി. ഒരു വർഷം അന്നേരം കല്യാണം കഴിച്ചത്. കല്യാണം കഴിച്ചപ്പോഴാണ്, അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചത്. ഇപ്പൊ അമേരിക്ക തന്നെ ആയി. 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, പഠിത്തം കഴിഞ്ഞു. അപ്പോഴത്തേന് ഈ ഇൻകം ഒക്കെ എങ്ങനെയായിരുന്നു? ശരിക്കും സ്റ്റൈപ്പൻഡ് വല്ലതും ഉണ്ടായിരുന്നോ? ഇൻകം ഒക്കെ ഞങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ഉണ്ടായിരുന്നു. സ്റ്റൈപ്പൻഡ് അല്ല, എന്തോ അതിന് വേറെ ഒരു പേരായിരുന്നു. ശരി. നമുക്ക് ഒരു എയ്ഡ് ഉണ്ടായിരുന്നു, ഒരു സ്റ്റുഡന്റ് സം കൈൻഡ് ഓഫ് സ്കോളർഷിപ്പ്. സോ അതിലൊക്കെ നിങ്ങളുടെ ലൈഫ് ഓടുമായിരുന്നു. അങ്ങനെ സ്ട്രഗിൾ ആയിട്ട് എന്തെങ്കിലും തോന്നിയായിരുന്നു? ഇല്ല, അങ്ങനെ തോന്നിയില്ല. നമ്മുടെ സ്റ്റുഡൻസ് ലൈഫ് വെരി മിനിമം. We just came here as students also. അന്ന് ഇന്ത്യക്കാരുണ്ടായിരുന്നു പിന്നെ പ്രോഗ്രാമിലൊക്കെ? ഡോക്ടറിങ്, PhD എടുക്കാനൊക്കെ വരുന്നുണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യൻസ് ഒക്കെ വരുമായിരുന്നു, അറിയാവോ? നോർത്ത് ഇന്ത്യൻസും ഉണ്ടായിരുന്നിരിക്കാം. അമേരിക്കയിൽ ഈ റോഡ് ഐലൻഡ് ആ ഏരിയ തന്നെയാണോ ആ ലൈഫ് ആ സമയത്ത് നടന്നത്? അതോ വേറെ ഏതെങ്കിലും സ്റ്റേറ്റ് ഒക്കെ കാണാൻ പോവോ, കേൾക്കുകയൊക്കെ ചെയ്തിരുന്നോ? കാലിഫോർണിയ വരെ പോയിട്ടില്ല. പക്ഷെ ഞങ്ങള് വേറെ സ്റ്റേറ്റ്, ചിക്കാഗോയിലെ കാണാൻ പോയിരുന്നില്ല? പോയതായിട്ട് ഓർക്കുന്നില്ല. അല്ല, ഞങ്ങള് ഇവിടെ പോയി. അവിടെ ഒഹായോ പോയത് എന്തിനാന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ്സ് ബ്രദർ വാസ് ദേർ. ഒഹായോയിലുണ്ട്. അവിടെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ. അപ്പം മിഷിഗനിൽ നിന്നൊക്കെ വേറെ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളവിടെ. ആ ബ്രദർ നിങ്ങളെ നേരത്തെ വന്നാണോ? അല്ല, ഏകദേശം ഒരു സമയത്താവുന്ന. അദ്ദേഹം ഇപ്പൊ എവിടെയാ? അദ്ദേഹം മരിച്ചു. അദ്ദേഹം എന്തായിരുന്നു? അദ്ദേഹത്തിന് ഹി വാസ് എ ഡോക്ടർ. നാട്ടിൽ മെഡിസിൻ കഴിഞ്ഞിട്ട് ഇവിടെ വന്നായിരുന്നു? നാട്ടിൽ നിന്ന് മെഡിസിൻ കഴിച്ചു അവിടെ ജോലി ചെയ്യാനും തോന്നുന്നു. I think brothers came almost the same. I won't say everyone came on exactly the same day, but more or less same period. Same period. Right. Yeah. So he must have come a few months before we did. So doctor ഇവിടെ പ്രാക്ടീസ് ചെയ്യായിരുന്നു ഹോസ്പിറ്റലിൽ. What was his name? ഓർമ്മയുണ്ടോ?
ഹിസ് നെയിം വാസ് ഞാൻ ഇപ്പൊ പെട്ടെന്ന് കുര്യനായിരിക്കും. അല്ലല്ല മാത്യൂസ്, എല്ലാ മാത്യൂസ്. ഞാനാ കുര്യൻ. അപ്പൊ അവിടെ മിഡിൽ നെയിം കുര്യൻ. എന്റെ മിഡിൽ നെയിം കുര്യൻ. പുള്ളിയുടെ പേര് ചെറിയാൻ മാത്യൂസ്. മെഡിസിൻ MBBS നാട്ടിൽ ചെയ്തല്ലേ? മെഡിസിൻ എവിടെയായിരുന്നു പഠിച്ചായിട്ടൊക്കെ? മദ്രാസിലായിരുന്നായിരിക്കണം. ആ കാലത്തൊക്കെ മദ്രാസിലാണല്ലോ മെഡിക്കൽ. അല്ല my husband's family grew up in Madras. That's why. Otherwise നമ്മുടെ നാട്ടിലൊക്കെ അല്ല അന്നേരം ഞാൻ ഓർക്കുന്നില്ല. ഇതിപ്പോ 64 സമയമാണ് ഞാൻ പറയുന്നത്. ആന്റി എന്നിട്ടേ അന്ന് ഈ സ്നോ ഒക്കെ കാണുമ്പോ ആന്റിക്ക് ഇന്ത്യയിൽ പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. സ്ട്രഗിൾ ആയിരുന്നു ഒരു കോൾഡ് വരുമ്പോഴത്തേക്ക്? അങ്ങനെ സ്ട്രഗിൾ എന്നല്ല, നമ്മൾ ഇറ്റ് വാസ് സംതിങ് ന്യൂ. അന്നൊക്കെ ഫിയറിനെക്കാളും ന്യൂ കാണുന്നത്. Now I am looking പക്ഷെ അന്നതെല്ലാം ന്യൂ ആയിട്ട് കാണുന്നു. ത്രെറ്റായിട്ടല്ല, ന്യൂ എക്സ്പീരിയൻസ് കാണാനുള്ള ഒരു രസം എന്നുള്ളത്. ഡ്രൈവ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ലൈസൻസ് എടുത്തത് അത് ഞാൻ ഓർക്കുന്നില്ല. ഇല്ല, നോട്ടായിട്ട് അറിയത്തില്ല. ഇവിടെ വന്നിട്ട് നാട്ടിൽ ഞങ്ങൾക്ക് കാറുമായിട്ട് കണക്ഷൻ. ആദ്യമായിട്ട് ഓടിച്ചപ്പം എന്തായിരുന്നു അത് ഞാനിപ്പം ഓർക്കുന്നില്ല, ഡീറ്റെയിൽ ഓർക്കുന്നില്ല. പക്ഷെ അമേരിക്കയിൽ എല്ലാരും കാർ ഓടിക്കുന്നതല്ല. പക്ഷെ ഓട്ടോമാറ്റിക് കാർ തന്നെ ആയിരുന്നു. അതോ അന്ന് ഗിയർ ഉണ്ടായിരുന്നു? ഓട്ടോമാറ്റിക് ആയിരുന്നു. ഇന്ത്യയിലൊക്കെ ഇപ്പോഴൊക്കെ വന്നതേ ഉള്ളൂ ആയിരിക്കും. പക്ഷെ ഞങ്ങളുടെ കാർ could have been a little I don't remember changing the gear that much. It would be my husband must have used it. So അമ്മമ്മ തന്നെയൊക്കെ പോവുകയും വരികയും ജീവിതമൊക്കെ അമ്മമ്മയുടെ ഒക്കെ കംഫർട്ടബിൾ വിത്ത് ഇൻ യുവർ ഹാൻഡ്സ് ഓർ യുവർ സെറ്റപ്പ്? ഞങ്ങൾ ദൂരെ ഒന്നും പോയില്ല. അല്ല, ലൈഫ് തന്നെ ഒരുവിധം സെറ്റപ്പ് ആയി അമേരിക്കയിൽ. അങ്ങനെ വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ല. ഞാനിപ്പോ അയാളോടൊരു കഥ പറഞ്ഞതെന്നാന്ന് വെച്ചാൽ, ഞങ്ങൾ റോഡ് ഐലൻഡിൽ സ്റ്റുഡൻസ് ആയിരുന്ന സമയത്ത് ഞങ്ങളുടെ മലയാളികളുണ്ടായിരുന്നു. സ്റ്റുഡൻസ് ആകണമെന്നില്ല, അങ്ങനെ എങ്ങനെയൊക്കെ വേറെ ഒരു മലയാളി ഫാമിലി എന്നോടാണ് പറഞ്ഞു. ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നു. പള്ളി പോകണമെങ്കിൽ വാ, നമുക്ക് ബോസ്റ്റണിൽ പോകാന്ന് പറഞ്ഞു. റോഡ് ഐലൻഡിൽ ഞങ്ങൾ ബോസ്റ്റണിൽ വന്നു. അല്ല, അവരുടെ കാറാണ് ഞങ്ങൾ വന്നു. അപ്പം യൂണിവേഴ്സിറ്റി ഓഫ് മാസച്യൂസെറ്റ്സ്, വൺ ഓഫ് ദ നോർത്ത് ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റി ആയിരിക്കും. അവിടെ വന്നു. അവിടെ ഒരുപാട് പേര് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വന്നു. പക്ഷെ എല്ലാരും കൂടെ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ചെമ്മാച്ചനാണ് സർവീസ്. കാത്തലിക് ആണോ ഇത്? ഞാൻ പറഞ്ഞത് വരാവുന്ന ഒരു വേറെ ആർക്കും ഏതായാലും ഇല്ല. അച്ഛനില്ല, ഞങ്ങളെല്ലാവരും ഒരുപാട് CSI, മാർത്തോമ, ഇങ്ങനെ എല്ലാവരും കൂടുമ്പോൾ യാക്കോബായും കാത്തലിക്സും എല്ലാവരും കൂടെ ഒരു 20-30 പേര് കാണുമായിരുന്നു. ഒരു ചെമ്മാച്ചനാണ് ഇപ്പത്തെ ആ ചെമ്മാച്ചൻ ഇപ്പൊ അച്ഛനായി റിട്ടയർ ചെയ്തു. അപ്പം അതിനുവേണ്ടി ഏതെങ്കിലും ഒരു സൺഡേ ഞങ്ങൾ അങ്ങനെ അന്നത്തെ നമ്മളൊരു ആത്മീയ ജീവിതം അല്ല, അന്ന് ഞങ്ങൾ റെഗുലർ ആയിട്ട് എല്ലാ ഞായറാഴ്ച ഒന്നും വന്നില്ല. ഞാൻ പറയാ, അന്ന് ഇങ്ങനെയായിരുന്നു ഗ്രൂപ്പ്. ഇതൊക്കെ ഏത് വർഷം? ഒരു 1968-69 അത് കഴിഞ്ഞ് വീടൊക്കെ മേടിക്കുന്ന ഏത് സമയത്താണ്? വീട് മേടിച്ചത് സ്റ്റാറ്റസ് വിസയുടെ മാറിയത് എന്നാണ്? ഗ്രീൻ കാർഡ് കിട്ടിയതൊക്കെ എങ്ങനെയാണ്? അത് ഞാനിപ്പോ സൂക്ഷം പറയുന്നില്ല, ഇതൊക്കെ നേരത്തെ പറഞ്ഞു. നോ പ്രോബ്ലം. പക്ഷെ ഇതിനിടയ്ക്ക് ഗ്രീൻ കാർഡ് കിട്ടി, എംപ്ലോയർ ചെയ്തു. അതൊക്കെ ജോലി ചെയ്ത് ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞ പിന്നെ ജോലി കിട്ടിയത്. പിന്നെ ജോലി കഴിച്ച് പിന്നെ താമസങ്ങളാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി. പിന്നെ ഇവിടെ തന്നെ മാസച്യൂസെറ്റ്സ് വന്ന പിന്നെ വീട് വാങ്ങിച്ചത്. അങ്കിളിന് ഈ സമയത്ത് ഏത് ജോലിയാണ് കിട്ടിയത്?
He was also, he has to ask him, but he got a job. Something in computer only or No, he was engineering? an engineer. Electrical or no? Mechanical engineering. Okay. He worked for some major companies? Yeah. Equipments? Yeah. He worked for one company in കുറച്ച് നോർത്തായിട്ട് വരുമായിരുന്നു. അപ്പോൾ അവിടെ പോകണം. ഞാനിവിടെ റോഡാണ്. സോ ഞങ്ങൾ ഒരു മാസച്യൂസെറ്റ്സിൽ ഓക്കെ. സോ അങ്കിൾ എല്ലാ ദിവസവും വീട്ടിലുണ്ടായിരുന്നു. ഈ സ്നോ ഉള്ള സമയത്തൊക്കെ ഡ്രൈവ് ചെയ്തൊക്കെ പോകേണ്ടതായിട്ട് ഓർമ്മയുണ്ടോ? മക്കളൊക്കെ എത്ര പേരാ? മക്കൾ രണ്ടുപേര്. അവരെല്ലാം പഠിച്ചതെല്ലാം അവിടെ തന്നെ? ഷാരൺ മാസച്യൂസെറ്റ്സ്. ഇപ്പം കൂടെ ഇല്ല ആരും, എല്ലാവരും അവിടെ വേറെ താമസം. ഷാരൺ മാസച്യൂസെറ്റ്സിൽ അവർ ഹൈസ്കൂൾ വരെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് കോളേജിൽ മൈ ഡോട്ടർ വെന്റ് മിഷിഗൻ. അവര് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടൊക്കെ ജീവിക്കുന്നു. മിഷിഗൻ ഞാൻ പോയി. മൈ സൺ വെന്റ് ടു ഡ്യൂക്ക് യൂണിവേഴ്സിറ്റി. ഓക്കെ. പൊതുവെ പറഞ്ഞാല് അമ്മമ്മ അമേരിക്ക വന്നതുകൊണ്ട് ജീവിതം ഇന്ത്യയിലായിരുന്നെങ്കിൽ ഒരു വേറെ ലെവലിലായെന്ന് അമ്മമ്മക്ക് തോന്നുന്നുണ്ടോ? വേറെ കംഫർട്ടായിരുന്നു. Expected some changes. Yeah. Because I was exposed to changes from high school onwards. Right. I went to Calcutta. I was a big change. Yeah. And so changes were happening. It was happening. Okay. So it was. So yeah, you could be anywhere in the world. Yeah. Now the changes may be difficult to adjust. Another changes were something new and happy to face these things. So America ആയിരുന്നപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യ തിരിച്ചു പോയതെന്നായിരുന്നു ഓർമ്മയുണ്ടോ? പിന്നീട് കല്യാണം കഴിഞ്ഞ് രണ്ടുപേരും കൂടാണോ പോയത്, ഒറ്റയ്ക്കാണോ പോയത്? രണ്ടുപേരും കൂടെ ഒന്നിച്ചായിരിക്കും പോയത്. ഞാൻ ഓർക്കുന്നില്ല. സോഷ്യൽ അന്ന് ഇതുപോലെ ഫ്ലൈറ്റ് ഡയറക്റ്റ് അല്ലല്ലോ, ലണ്ടനിലെ ചേഞ്ച് ചെയ്തതാണോ? ഈ അമേരിക്കയിലായിരുന്ന സമയത്ത് അമ്മ വേറെ രാജ്യത്തോട്ട് ട്രാവലിന് വേണ്ടി പോയിട്ടുണ്ടോ? അമേരിക്കയിലായിരുന്നപ്പോൾ ഞങ്ങൾ കാനഡയിൽ പോയിട്ടുണ്ട്. ഈ നമ്മുടെ ഇസ്രായേലോ അങ്ങനത്തെ പോയ ആ സമയത്ത് പോയില്ല. പണ്ട് വേറെ ഒരിക്കൽ പോയി, കുറച്ച് കഴിഞ്ഞിട്ട്. ഫ്രാൻസ്, യൂറോപ്പ് അങ്ങനെയൊക്കെയുള്ള അവിടെയൊക്കെ ഞങ്ങൾ പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പോയി അവിടെ പോയിട്ടുണ്ട്. ഇപ്പൊ ഈ യാത്രകൾ ഒരു പാർട്ടായിട്ട് വന്നോ എന്നെങ്കിലും വെക്കേഷൻ സമയത്ത് ഇതൊക്കെ പോയി കണ്ടിട്ടുണ്ട്. മക്കളുമായിട്ടൊക്കെ പോയിട്ടുണ്ട്. മക്കളുള്ളതൊപ്പം പോയിട്ടുണ്ട്, മക്കളില്ലാതെയും പോയിട്ടുണ്ട്. അമ്മമ്മ CSIയിലായിരുന്നോ ജനിച്ചപ്പോൾ മുതലേ? ജനിച്ചത് CSIയിലാണ്. പക്ഷെ കല്യാണം കഴിച്ചത് മാർത്തോമ പള്ളിയിലായിരുന്നു കല്യാണം കഴിച്ചത്. പക്ഷെ ഞങ്ങള് ബോസ്റ്റണില് മാർത്തോമ CSI ഒരു കോൺഗ്രിഗേഷൻ ആയിരുന്നു, ഒരു ജോയിന്റ് കോൺഗ്രിഗേഷൻ ആയിരുന്നു. അന്നൊരു ജോയിന്റ് കോൺഗ്രിഗേഷൻ ആയിരുന്നു. അതിന് മാർത്തോമ സെപ്പറേറ്റ് ചെയ്ത് പോയി. അന്നേരം മൈ ഹസ്ബൻഡ് ആൻഡ് ഹിസ് ബ്രദർ ഡിഡ് നോട്ട് ഗോ to that. They said they will continue. Fine. Okay. So അന്ന് മുതൽ ഇന്ന് വരെ ആ ഗ്രൂപ്പിൽ തന്നെ എല്ലാ കോൺഫറൻസിലും വന്നിട്ടുണ്ടോ? ഇല്ല. I don't think I have come for many. No. But he remembers more. I can remember another one, earlier one, but I don't remember coming to it. I don't remember. ഹ്യൂസ്റ്റണിൽ വന്നിട്ടുണ്ടോ? ടെക്സാസിൽ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ? ഞങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷെ ഇതിനായിരുന്നോ അല്ലോ എന്ന് ഓർക്കുന്നില്ല. ഏത് സ്ഥലത്ത്? ഡാലസ് ആയിരുന്നോ, ഹ്യൂസ്റ്റൺ ആയിരുന്നോ, അങ്ങനെ വല്ല ഓർമ്മയുണ്ടോ? വേറെ ഏതൊക്കെ സ്റ്റേറ്റിലാണ് അമ്മ കൂടുതൽ അമേരിക്ക യാത്ര ചെയ്തിട്ടുള്ള? ചിക്കാഗോ, കാലിഫോർണിയ? ചിക്കാഗോ, കാലിഫോർണിയയിലൊക്കെ ഇവർക്ക് ബ്രദേഴ്സ് ഉള്ളതുകൊണ്ട് ഒരു ബ്രദർ മിഷിഗനിലുണ്ട്. അങ്ങനെ മിഷിഗനിൽ പോയിട്ടുണ്ട്. ഷിക്കാഗോയിൽ അങ്ങനെ വേറെ ബൈ ട്രെയിൻ ആണോ പോകാറുണ്ടായിരുന്നത്? അല്ല, കാർ റെന്റ് ചെയ്യുമായിരുന്നു. ഞങ്ങൾ കുറച്ച് പേര്, വേറൊരു ബ്രദറുണ്ട് റോഡ് ഐലൻഡിൽ. അപ്പൊ ഞങ്ങൾ 2 ബ്രദേഴ്സും ഫാമിലിയും കൂടെ കാറ് റെന്റ് ചെയ്ത് ഞങ്ങൾ ഇവിടെ ഒക്കെ പോയിട്ട് ഡ്രൈവ് ചെയ്ത് പോയിട്ടുണ്ട്. ഏതായാലും ഞാൻ വൈൻഡപ്പ് ചെയ്യാം. പക്ഷെ ലാസ്റ്റ് ഞാൻ ചോദിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസിനെ പറ്റിയാണ്. അമ്മമ്മ കമ്പ്യൂട്ടർ സയൻസ് കൽക്കട്ടയിൽ പഠിച്ചു, അമേരിക്ക യൂണിവേഴ്സിറ്റി പഠിച്ചു, and you got a job. How you can relate that studies into your job? Was it helpful, or the job could have been done without this education? My job right now? Those days when you started your job. No, my job. Do you think it was a continuity of your studies? My job included computer science. Included computer science. Yeah, we were in
ഫാക്ടറി മ്യൂച്വലിലായിരുന്നു. ഫാക്ടറി മ്യൂച്വൽ ഇറ്റ്സ് എൻ ഇൻഷുറൻസ് കമ്പനി. ഇറ്റ്സ് ഫയർ ഇൻഷുറൻസ്. അപ്പം ഫയറിന് വേണ്ടി എങ്ങനെ ഇൻഷുറൻസ്, ഫയർ എപ്പോഴാണ് വരുന്നത്, എപ്പോഴാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് അവർ സ്റ്റഡി ചെയ്യുന്നത്. സോ ഫയർ മോഡലിംഗ് ആയിരുന്നു ഞങ്ങൾ, മോഡലിംഗ് ടീമിലായിരുന്നു. So what you studied in computer science helped executing your yes exactly my reports. Yeah. Okay. അത് കഴിഞ്ഞ് കമ്പ്യൂട്ടർ സയൻസ് പിന്നെ അഡ്വാൻസ് ആയിട്ട് എന്താ പഠിച്ചത്? അത് കഴിഞ്ഞിട്ട് അങ്ങനെ പഠിച്ചൊന്നുമില്ല, പക്ഷെ ജോബിൽ നിന്ന് ഒത്തിരി ലേൺ ചെയ്തതായിട്ട് തോന്നുന്നുണ്ടോ? ലാംഗ്വേജുകള്, കമ്പ്യൂട്ടർ ലാംഗ്വേജ് അന്ന് ഞങ്ങൾ കാണും. എന്നുവെച്ചാൽ അന്ന് ഞങ്ങൾ പഠിച്ചപ്പം ബേസിക്കും ഫോർട്രനും കോബോൾ ചെയ്യാൻ എടുത്തിട്ടുണ്ട്. ഞാൻ കോബോൾ പഠിക്കുന്ന പിള്ളേരുടെ പേപ്പർ കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ കോബോൾ ഞാൻ COBOL is not for accounting thing, which I did not do much. So I did not do much. So COBOL. You did the software for accounting, mainly for modeling and all that. Modeling. Fire modeling. അതിനൊക്കെ മെയിൻ ആയിട്ട് ഫോർട്രൻ ആയിരുന്നു. ഫോർട്രൻ വെച്ചാൽ ഫോർമുല ട്രാൻസ്ലേഷൻ. ഈ MS DOS സിസ്റ്റംസ് ആയിരുന്നല്ലോ പണ്ടേ. കമ്പ്യൂട്ടർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ അന്നൊരു ഫ്ലോപ്പി ഒക്കെ ഇട്ടുള്ള സ്റ്റാർട്ടിങ് ആയിരുന്നല്ലോ ബൂട്ട് ചെയ്യുന്നതൊക്കെ. ഓർമ്മയുണ്ടോ അമ്മാമയ്ക്ക്? അതുപോലെ ഫ്ലോപ്പി ഒന്നും വേണ്ടായിരുന്നു. അല്ല, ഫ്ലോപ്പി ഇട്ട് ബൂട്ട് ചെയ്യുന്ന ഒരു പരിപാടി ഇല്ലായിരുന്നു, ഓർമ്മയുണ്ടോ? അങ്ങനെ അങ്ങനെ ഞങ്ങൾ വെറുതെ സ്റ്റാർട്ട് ചെയ്ത്. അന്നൊക്കെ കമ്പ്യൂട്ടർ മൗസ് ഇല്ലായിരുന്നല്ലോ. മൗസ് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നില്ല. ഇല്ല, മൗസും അതൊന്നും ഇല്ല. അപ്പൊ അത് അന്ന് ഒത്തിരി ടൈം എടുക്കത്തില്ലായിരുന്നു ഓരോ കാര്യങ്ങൾ ചെയ്യാൻ, അതോ ഫാസ്റ്റ് ആയിട്ട് പഠിച്ചായിരുന്നല്ല? അത് ഞാൻ ടൈം കമ്പാരിസൺ ചെയ്തിട്ടില്ല, അതുകൊണ്ട് പറയുന്നുണ്ട്. ഇപ്പം കമ്പയർ ചെയ്യുവാണെങ്കിൽ ചിലപ്പം കാണും. കാരണം ഇതെല്ലാം പെട്ടെന്ന് അത്രയൊന്നും പോയിട്ടില്ല. അതെ. പക്ഷെ ഇപ്പം കമ്പ്യൂട്ടർ നമ്മൾ ലാപ്ടോപ്പ് വരെയായി, അതിന് ഐപാഡായി, അതിലും ചെറുതായി, ഇപ്പൊ അങ്ങ് പോലെ അതങ്ങ് ചെറുതായി വന്നല്ലോ. സോ മമ്മി, ഈ ആപ്ലിക്കേഷൻസിലെല്ലാം ഇപ്പോഴും എന്തെങ്കിലും ട്രബിൾ തോന്നാറുണ്ടോ? ഇപ്പം മൊബൈലിലൊക്കെ എന്തെങ്കിലും സിസ്റ്റം വരുമ്പോഴോ, ഇതെന്തോ അല്ലെങ്കിൽ ഈ വിഡ്ജറ്റ് എന്തിനുള്ളതാ, അങ്ങനെ എന്തെങ്കിലും സംശയം വരാൻ അങ്ങനെ വലുതായിട്ടില്ല. പക്ഷെ ഇന്നിപ്പോ ഇവിടെ വന്നപ്പം എനിക്ക് ഐ ഡിഡ്ന്റ് ബ്രിങ് എനി ഞങ്ങളുടെ കമ്പ്യൂട്ടറിൽ എന്റെ ലാപ്ടോപ്പ് കൊണ്ടുവന്നില്ല. മൈ ഹസ്ബൻഡ്സ് ലാപ്ടോപ്പ് ഇസ് നോട്ട് ആക്സസിങ് മൈ ഇമെയിൽ അഡ്രസ്, സോ ഐ കുഡ്ന്റ് സീ മൈ ഇമെയിൽസ്. only for 2 days I got it. So അപ്പൊ ഇപ്പോഴും ചില ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോഴും ഇഷ്യൂസ് ഉണ്ട്. താങ്ക് യു. ഇപ്പൊ മഴ വരുന്നുണ്ട്, എന്നോട് ഇത് സഹകരിച്ചത് അമ്മാമ്മയുടെ ഇന്നലത്തെ ഒരു ചെറിയ ക്ലിപ്പിംഗ് ആ വീഡിയോ ഇട്ടപ്പം തന്നെ ആൾക്കാർ പറഞ്ഞു ഫണ്ടാസ്റ്റിക് ഇന്റർവ്യൂ. അമ്മാമ്മയെ പറ്റി കൂടുതൽ ഞങ്ങൾക്ക് അറിയണം. അതൊക്കെ നാട്ടിൽ നിന്നുള്ള ഇവിടെ നമ്മൾ ഉറങ്ങുമ്പോ അവർ എഴുന്നേറ്റിരിക്കും, നമ്മൾ എഴുന്നേറ്റിരിക്കുമ്പോ അവർ ഉറങ്ങുകയാണ്. ഞാനത് ഇന്നലെ തന്നെ ഇട്ടത് രാത്രിയില്. അപ്പം പകലിരുന്ന് ആരൊക്കെയോ കാണുന്നു, ചിലപ്പോൾ ട്രെയിനിൽ പോയവരായിരിക്കും. അത് അവർ പറയുന്നു അമ്മമ്മ ഒന്നുകൂടെ പരിചയപ്പെടണം എനിക്ക്, അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി വോളിയം ഉള്ള ഒരു. താങ്ക് യു സോ മച്ച്. നമുക്ക് കാണാം എന്തെങ്കിലും. കാരണം ഞങ്ങളുടെ കോട്ടയത്തുള്ളൊരു ഞാൻ അമ്മച്ചി എന്നങ്ങ് പറയാ, കാരണം എനിക്ക് സന്തോഷമായി പോയി കണ്ടതില്. ഓക്കെ, താങ്ക് യു സോ മച്ച്.